ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് 4 വഴി വെബ്സൈറ്റിൻ്റെ ട്രാഫിക്കിലെ പല മെട്രിക്സുകൾ എങ്ങനെ കാണുന്നത് നമ്മൾ പഠിച്ചിരുന്നു. നമ്മളിപ്പം സിറ്റി വൈസ് റിപ്പോർട്ട് കാണാൻ പഠിച്ചു, പിന്നെ റീജിയൻ വൈസ് റിപ്പോർട്ട് കാണാൻ പഠിച്ചു, ലാൻഡിംഗ് പേജ് വൈസ് ഉള്ള ട്രാഫിക് റിപ്പോർട്ട് എങ്ങനെ കാണേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു റിപ്പോർട്ടാണ്, അതായത് ഡിവൈസ് കാറ്റഗറി റിപ്പോർട്ട്. അതായത് ഏത് ഡിവൈസിൽ നിന്നാണോ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ട്രാഫിക് വന്നത്, ആ ഡിവൈസ് ഏതൊക്കെയാണ്, അതിന് ഓരോ ഡിവൈസിൽ നിന്നും എത്ര മാത്രം ട്രാഫിക് വന്നു, പിന്നെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു റിപ്പോർട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഡിവൈസ് കാറ്റഗറി റിപ്പോർട്ട് ഒത്തിരി ഉള്ളിലോട്ട് പോകണ്ട, പക്ഷേ ഓൾറെഡി ഓൾമോസ്റ്റ് ടോപ്പ് ലെയറിൽ തന്നെയുണ്ട്. അത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ പോവുക, അവിടെ റിപ്പോർട്ട്സ് എടുക്കുക. നമുക്കിവിടെ കുറേ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലിങ്ക്സ് കാണാം. താഴോട്ട് വരിക, സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഏറ്റവും താഴെ യൂസർ എന്ന് ചെയ്തുണ്ട്. യൂസർ ഏറ്റവും താഴെയല്ല, സെക്കൻഡ് ലാസ്റ്റ്. യൂസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ താഴെ രണ്ട് ഇതുണ്ട്, യൂസർ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ടെക്കും ഉണ്ട്. അപ്പോൾ ടെക്ക് എന്നതിൻ്റെ അവിടെ ഒരു ചെറിയ ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇച്ചിരി താഴോട്ട് സ്ക്രോൾ ചെയ്യുമെങ്കിൽ ഈ ടെക്ക് എന്നുള്ളത് എക്സ്പാൻഡ് ആയി കിടക്കുന്നുണ്ട്. രണ്ട് ഓപ്ഷൻസോട് വരും, ഓവർവ്യൂ പിന്നെ ടെക് ഡീറ്റെയിൽസ്. നമ്മൾ ആ ടെക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഓവർവ്യൂ ക്ലിക്ക് ചെയ്താലും പറ്റും, പക്ഷേ നമുക്ക് ടെക് ഡീറ്റെയിൽസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഡയറക്റ്റ് ആ റിപ്പോർട്ടിലോട്ട് പോകാൻ പറ്റും. ടെക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തു, പുതിയ പേജ് ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രൗസറിൻ്റെ റിപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിവൈസ് ഏതാ കാണേണ്ടതെന്ന് എങ്ങനെ കാണേണ്ടതെന്ന് ചോദിച്ചാൽ ബ്രൗസർ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഡിവൈസ് കാറ്റഗറി അത് സെലക്ട് ചെയ്യുക. കണ്ടോ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഓരോ ഡിവൈസിൽ നിന്നുള്ള ട്രാഫിക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, ഡെസ്ക്ടോപ്പ്, മൊബൈൽ, സ്മാർട്ട് ടി വി, ഈ മൂന്ന് ഇതിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് ഈ വെബ്സൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര യൂസേഴ്സ് വന്നു, അതിൽ എത്ര പേര് ന്യൂ യൂസേഴ്സാണ്, എൻഗേജ്ഡ് സെഷൻസ് എത്രയാണ്, എൻഗേജ്മെൻറ്റ് റേറ്റ് എത്രയാണ്, പിന്നെ ആവറേജ് എൻഗേജ്മെൻറ്റ് ടൈം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ വന്ന് എടുക്കണമെന്നില്ല. പല രീതിയിൽ കൂടെ ഇപ്പോൾ ഓവർവ്യൂ ചെന്നാലും അവിടെ മറ്റ് പല റിപ്പോർട്ടിൽ കൂടെ ഡ്രിൽ ഡൗൺ ചെയ്ത് ഈ റിപ്പോർട്ട് വരാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റു റിപ്പോർട്ട്സിനെ പോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് പല ഇതിലും നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ഏത് ഡിവൈസിൽ നിന്നാണ് കൂടുതൽ ട്രാഫിക് വരുന്നത്, അപ്പോൾ എവിടെ നിന്നാണ് കുറവ് വരുന്നത്, അപ്പോൾ കുറവ് വരുന്നതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് കുറവ് വരുന്നത്, അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ വെബ്സൈറ്റിനെ പിന്നെ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഡിവൈസ് കാറ്റഗറി കാണുന്ന രീതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.